ഒലിവിയയിലെത്തി. സോ ഗൈസ്, അങ്ങനെ ഒലിവിയ ഡിസൈൻസിന്റെ ഷോപ്പിൽ പോയിട്ട് വരുന്ന വഴിയാണ്. എന്റെ ബാക്കിൽ ഒലിവിയെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത ഒരു കണ്ടന്റ് ആക്കിയ ഒരു മുതലാണ് ഇരിക്കുന്നത്. അതുൽ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? ഒലിവിയയില് നമ്മൾ ഇന്ന് പോയി എത്ര എനിക്ക് തോന്നുന്നു ഉച്ചക്ക് 1 മണിയൊക്കെ ആയപ്പോ അവിടെ എത്തി അല്ലേ? 1 മണിയായപ്പോ അവിടെ എത്തിയ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ വിഷയം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം ഈ പറയുന്ന ഒലിവിയയുടെ ഓണർ ആയിട്ടുള്ള സിബി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഫോണും കൊടുക്കാം, പിന്നെ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പൈസയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ് അതായത് സംസാരിച്ചു വന്നപ്പോ, സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തതാണ് കുറെ കാര്യങ്ങൾ. അതെ, അവരെ സംസാരിച്ച് മാക്സിമം കൺവിൻസ് ചെയ്തതാണ്. അപ്പം അവർ പറഞ്ഞു ഓക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതുൽ ആ പെൺകുട്ടികളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവര് ആദ്യമേ നോക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതണക്കെന്തോ ലേബർ ഓഫീസിലെങ്ങാണ്ട് എന്തോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക, അതുകൊണ്ട് എന്താണ് ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ലേബർ ഓഫീസ് വഴി നടന്നോളും, അത് മാത്രമല്ല കോർട്ട് വഴിയും നടന്നോളും എന്നുള്ള രീതിയിലാണ് പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയും കാര്യം എന്നൊക്കെ പറയണത് വളരെ നിസ്സാര കാര്യമല്ല. കയറി ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇവരുന്ന് കയറി ഇറങ്ങിക്കൊണ്ട് നടക്കണം. പിന്നെ അതൊന്നും പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സെറ്റിൽ ആവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ സെറ്റിൽ ചെയ്ത് അവർക്ക് കിട്ടാനുള്ള കാശ് മേടിക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്, നീ ശ്രദ്ധിച്ചായിരുന്നോ? അവരുടെ കയ്യിൽ ഒരു സ്ലിപ്പുണ്ട്, അതായത് സാലറി മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്ലിപ്പാണ്. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ റിസൈൻ ലെറ്റർ 30 ദിവസത്തിന് മുന്നേ റിസൈൻ ലെറ്റർ കൊടുക്കണമെന്ന്. അതായത് അവർ ഓരോ ആൾക്കാരും സാലറി മേടിക്കുമ്പം അത് ഒപ്പിട്ട് കൊടുത്ത് കിട്ടുന്ന ഒരു റെസിപ്റ്റ് ആണ്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പെൺകുട്ടികളുടെ കയ്യിൽ ഈ പറയുന്ന റിസൈൻ ലെറ്റർ എന്ന് പറയുന്ന സാധനം ഇല്ല, ഒന്നാമത്തെ ഒരു കാര്യം. അതാണ് ഇപ്പൊ എനിക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിച്ചൊരു കാര്യം. ഇല്ലടാ അതിൽ നിനക്ക് എന്തോ തോന്നുന്നു അതിനകത്ത്? ഇല്ല, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് റിസൈൻ ലെറ്റർ കൊടുക്കാത്ത ആർക്കും ഈ പറയുന്ന സാലറിയോ കമ്മീഷനോ ഒന്നും തിരിച്ചു തരത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ആ സാധനം നീ കണ്ടില്ലല്ലോ? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ നീയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ നീ ഇത് ആദ്യമായിട്ടായിരുന്നു ഈ ഒരു സാധനം കാണുന്നത്? ഞാൻ ഈ സാധനം ഇപ്പോഴാ കണ്ട. അപ്പോഴും ഞാൻ എന്ത് ചെയ്ത്, എങ്കിലും എനിക്ക് അവിടെ തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അങ്ങേര് ഈ പറയുന്ന പിള്ളേർക്ക് ഈ കൊടുക്കാനുള്ള ഇപ്പൊ തന്നെ സ്പോട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞു. അതെ, ഒരു കേസും വേണ്ട, ഒരു ഓരാണ്ടിയും വേണ്ടെന്ന് സ്പോട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞു. വരാനുള്ള എല്ലാരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നിലവിൽ എനിക്ക് കോണ്ടാക്ട് ഉള്ള ഒരു കുട്ടിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആ കുട്ടിയെടുത്ത് വ്യക്തമായിട്ട് ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചു. അപ്പൊ ആ കുട്ടിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട് അവർ മൊത്തത്തിൽ സംസാരിച്ചപ്പോൾ മറ്റേ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലേബർ ഓഫീസിൽ കൊടുത്ത സാധനമാണ്, ഇനി അവര് അതുവഴി നീങ്ങിക്കോളാം, പിന്നെ ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തൊലയട്ടെ, തീരട്ടെ. അല്ല, ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇതിനെ സ്ഥിരം വരുമാന മാർഗം ആക്കി വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അവരെ ഒന്നും അത് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇതേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് ഒരാളെ തകർക്കാൻ മാക്സിമം എന്ത് പറയണ്ട, അവരെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി പോവാം. ആ ഒരു സംഭവം ഞാൻ ഇന്നലെ എന്റെ ലൈവിനകത്തും പറഞ്ഞത്, അത് ശരിയുള്ള കാര്യമല്ല. അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവര് അത് സെറ്റിൽ അല്ല ഈ പറയുന്ന പോലെ അവരെന്തോന്നു അവര് എല്ലാം കൂടുകയെ എടുത്ത് നിർത്തിയിട്ട് ആത്മഹത്യ ചെയ്യണം എല്ലാം കൂടി. അവര് സെറ്റിൽ ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞു. അവർക്ക് ഈ ചില ടീമിനുണ്ട് മറ്റേ ടീമിന് പൊതുവേദി ഒരുക്കണം, കളക്ടർ വരണം, ഇതൊക്കെയാണ് പറയണത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യം എന്ത് വന്നത് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു, സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു. അവർക്ക് ഈ ഒരു വിഷയത്തിൽ വന്ന് പൈസ മേടിച്ച് സെറ്റിൽ ചെയ്തിട്ട് പോകാൻ. ഇത് വെറുതെ ഇനിയിപ്പം കോടതി കാര്യങ്ങൾ കയറി ആയിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കുന്ന ചെലവും കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാം. അത് ഈ പിള്ളേർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് മനസ്സിലാവത്തില്ല. അത് പോകുമ്പോഴേ എന്തായാലും മനസ്സിലാവത്തുള്ളൂ. എന്തായാലും അതില് നിനക്ക് എന്തായാലും കാര്യങ്ങൾ ഞാൻ ഇതിന് നമ്മളിപ്പോ പിള്ളേർക്ക് കിട്ടേണ്ടത് മേടിച്ചു കൊടുക്കണം. ഞാൻ എന്റെ പഴയ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ള തെറ്റ് ക്ലിയർ ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ പിള്ളേർക്ക് സാധനം കൊടുത്തിട്ട് അവര് അടുത്ത തുടർന്ന് സ്ഥാപനം പോട്ടെ എന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കോലാണ്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ഥാപനമേ പൂട്ടിപ്പോണം, അവരിനി ജീവിക്കാനേ പാടില്ല ഈ ഭൂലോകത്ത് എന്നുള്ള ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനും വേണ്ടിയുള്ള എന്തോ ചെയ്തിട്ടാണ് അത് ആ ടീം അങ്ങനെ നടക്കുന്ന ടീമുകള് നമ്മള് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനിയിപ്പോ അടുത്ത കുറെ പേര് ഇപ്പൊ ഇറങ്ങും, നമ്മൾ പോയി പൈസ മേടിച്ചിട്ടാണ് മറ്റേതാണ് മറിച്ചതാണ്. നിങ്ങൾ റിയാലിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ സാലറി സ്ലിപ്പില് സാധനം പക്കയായിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, എവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രൂഫാണത്. തേഞ്ഞൊട്ടത്തേ ഉള്ളൂ പിള്ളേര്, സത്യം വളരെ പ്രൂഫാണത്, പക്ക സാധനമാണ്. പക്ഷെ എന്നിട്ടും അങ്ങേരെ കൊടുക്കാന്ന് പറഞ്ഞു.
അത് നമ്മൾ മണിക്കൂറോളായിരുന്നു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീരട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചാണ് ആ സാധനം സെറ്റായത്. പക്ഷെ അവസാനം കൊണ്ടിട്ട് മറ്റേ വെള്ളം കോരിയിട്ട് കലവിട്ട് ഉടച്ച പോലെ ആയിപ്പോയി അവസ്ഥ. ഞാൻ ഇന്നലെയും സംസാരിച്ച് ഈ പ്രശ്നം തീരട്ടെ, നിങ്ങൾക്ക് വേറെ ആരും കാണത്തില്ല, യൂട്യൂബേഴ്സ് ആയാലും ആരും കാണത്തില്ല, നിങ്ങൾക്ക് ഈ കോടതി ഇറങ്ങി നടക്കാനുള്ള പൈസ ഉണ്ടോ, പല സ്ഥലങ്ങളിലൊന്നും വരുന്ന് അവസാനിപ്പിച്ചൂടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഒരു വിധത്തിൽ ഒപ്പിച്ച് എല്ലാം വച്ചിരുന്നിട്ടും ഒരു കാര്യമില്ലാത്ത പോലെ ആയിപ്പോയി അവസ്ഥ. വെറുതെ ചുമ്മാതെ എന്താ പറയണ്ടേ, ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ട് എന്ത് ചെയ്യാനാണ്. അതിനകത്ത് തന്നെ ഒരു കുട്ടി ഞാൻ 3-4 ദിവസത്തിന് മുന്നേ എന്തോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, എന്തോ പാലക്കാട് നിന്നാണ്ട് വരുവാണ്, ഞങ്ങൾക്ക് ഇനി എപ്പോഴും വരുന്ന ഒരു കാര്യം നടക്കുന്നതല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഗോൾഡൻ ചാൻസ് ആയിരുന്നു, ഗോൾഡൻ ചാൻസ്. കാരണം അങ്ങനെ എല്ലാം സോൾവ് ചെയ്യാം, എല്ലാം കൊടുക്കാം. അതെ, അതും നമ്മൾ പോയി കയറിയ ഉടനെ എന്നല്ലേ, എന്നെയൊക്കെ ഇപ്രാവണേനും ഒരു കൈ കണക്കില്ല, ഇപ്രാവി അവസാനം എങ്കിലും കേട്ട് എല്ലാം സത്യം പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് എല്ലാം സോൾവ് ചെയ്യാനുള്ള. എടാ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് നമ്മൾ സോൾവ് ചെയ്ത് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരോടും ഞാൻ സംസാരിച്ചപ്പോ പിള്ളേർക്ക് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്. മനസ്സിലായി? അങ്ങനെ പറഞ്ഞ ആ വിഷയം അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വന്നിട്ട് ഇടപെട്ട് ആ പ്രശ്നം അങ്ങ് തീർത്ത് എന്നാൽ കഴിയുന്ന മാക്സിമം ചെയ്തടേ. എന്നിട്ടും ആർക്കും ഇപ്പൊ ആർക്കും പ്രശ്നം തീർക്കണ്ട. ലേബർ ഓഫീസ്, കോടതി, സ്റ്റേഷൻ, DSP, നിയമപരമായി എനിക്കൊന്നും പറയാനില്ല. ഇന്ന് മുട്ടായി പോലെ വന്ന് പൈസ മേടിച്ചോണ്ട് പോയായിരുന്നു. അല്ല, ഇതിപ്പോ ഓൾറെഡി ലേബർ ഓഫീസിൽ നിന്ന് അങ്ങാണ്ട് ഇത് പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, പേപ്പറോ കാര്യങ്ങളോ. ഇതിപ്പോ ലേബർ ഓഫീസിൽ പോയാൽ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള എന്തോ സംഭവം അവർ കൊടുത്തില്ലെങ്കിൽ ഇത് കോടതിയിൽ എഴുതി വിടും. അതല്ലേ സംഭവം. ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ച കൊച്ചിന്റെ അടുത്തല്ല, ആ കൊച്ചിന്റെ അടുത്ത് വേറെ കൊച്ചു പിള്ളേർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഫോണും പൈസയാണ് ആവശ്യം, അതാ കേസാണ് ആവശ്യം, ഇവരെ തകർക്കണമെന്നാണ് ആവശ്യം, ഇനി ഇവര് സ്ഥാപനം തുടങ്ങാൻ പാടില്ലെന്നാണ്. എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ എന്താ പറഞ്ഞേ? അല്ല, ഞാൻ പറയണത് നിന്റെ അടുത്ത് കഴിക്കണത്, എടാ ഫോണും പൈസയാണ് ആവശ്യമെങ്കിൽ ഇന്ന് ഞാൻ വെച്ച ഈ സാധനത്തിൽ അവർ സോൾവ് ചെയ്ത് പോണ്ടേ. പിന്നെ അതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ പെട്ടെന്ന് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മുട്ടായി പോലെ ആ സാധനം കൊടുത്ത് ഇവരും കേസ് മാറി അവരും കേസ് വിട്ട് സംഭവം സീനില്ലാതെ അങ്ങ് പോകാറുണ്ട്. അതാടാ പറഞ്ഞേ, പെട്ടെന്ന് ഒന്നെങ്കിൽ പൈസ കിട്ടണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇന്ന് തന്നെ അതൊന്ന് ക്ലോസ് ചെയ്തേനെ അല്ലേ. അത് അവരെ കൊണ്ട് ചെയ്യാനായിട്ട് അത് എന്തുകൊണ്ട് അവർ ചെയ്യാത്തേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് നിയമപരമായിട്ട് ഇതാവത്തോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി അവർ കോടതി കേട്ടില്ല, ഇനിയിപ്പം കോടതിയും കാര്യങ്ങളും തന്നെ ആയിരിക്കും. വെള്ളം കൂടി ഇവരങ്ങോട്ടും അവരിങ്ങോട്ടടിക്കും, ഇവരങ്ങോട്ടടിക്കും അവരിങ്ങോട്ടടിക്കും, നല്ല കാര്യമുണ്ട്. ഇന്ന് സാധനം വാങ്ങിച്ച് സുഖമായിട്ട് എല്ലാത്തിനും വീട്ടിൽ കാര്യമില്ല അവസ്ഥയാണ്. ഇപ്പം എങ്ങനെയാണ് ഒലിവിയുടെ സംഭവം? ഒലിവിയുടെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഇനി എന്തായാലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അല്ലാണ്ട് എനിക്കിതിൽ നിനക്കൊല്ലം പറയണ്ടാണ്. എനിക്ക് ഇനി ഒന്നും പറയാം. ഞാൻ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ ഓവറായിട്ട് ഇങ്ങനെ ഇട്ട് നമ്മളിത് ചെയ്യുമ്പം, ഞാൻ ഇതിനകത്തുള്ള ആൾക്കാരുടെ പറഞ്ഞത്, ഓവറായിട്ട് ചെയ്യുമ്പോ അത് ആൾക്കാർ എന്തോ വിചാരിക്കുന്ന എന്തോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ തന്നെ അത് പൊതുവെ ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ. എല്ലാരും അത് തന്നെ പറയുന്നത് കേട്ടോ. ഈ വിഷയമായി റിലേറ്റഡ് സംസാരിച്ചിട്ടുള്ള എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പിള്ളേർക്ക് ആ സാധനം കിട്ടുക, അത് മാത്രമേ ഉള്ളൂ, വിഷയം ക്ലോസ് ചെയ്യുക. പക്ഷെ ഇതിപ്പോ ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങന്ന് രാജഗ്രാമനം കെട്ടിയെടുത്തോണ്ട് വന്നിട്ട് കൂടും കൊടുക്കയില്ലാത്ത അവസ്ഥയായിപ്പോയി എന്റെ. എന്തായാലും കൊള്ളാം. അപ്പം ഇതാണ് സംഭവം, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂ അപ്ഡേറ്റ് ചിലവർ വന്ന് കമന്റിൽ ചോദിക്കാറില്ല ഇപ്പോഴത്തെ ഒലിവിയുടെ അപ്ഡേറ്റ് എന്താണ്. ഇതാണ് ഒലിവിയുടെ ഇപ്പോഴത്തെ ന്യൂ അപ്ഡേറ്റ്. അപ്പം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ഈ പൈസ വാങ്ങിയിട്ടാണ് ഈ സാധനം തോന്നി കമന്റ് ചെയ്യണം ബോധമില്ലാത്തമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കും. ഈ സാധനം സോൾവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇവനും എല്ലാം കൂടി കെട്ടിയെടുത്തത്. ഇതിന്റെ റിയാലിറ്റി എന്താന്ന് മനസ്സിലാകാത്ത കുറെ ഉണ്ണാക്കന്മാരാണ് ഈ ചുമ്മാ വന്നിരുന്ന് കമന്റ് ഇടുന്നത്. ഈ ചുമ്മാ ഇടുന്ന കൊണാടിയെ ഇങ്ങനെ കമന്റ് ഇടാനായിട്ട് ആരെ കൊണ്ടും പറ്റും. എന്താണ് ഇതിന്റെ സംഭവം എന്ന് നീയൊക്കെ ഒന്ന് വന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് എന്തൊക്കെ ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ രണ്ടുപേരോടെയും സംസാരിച്ച് എങ്ങനെയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെങ്കിലും കുറെ വീണ്ടും വന്നിരുന്ന് തൊഴിലായിട്ട് സ്വീകരിക്കുന്നതിനകത്താണ് ഏറ്റവും വലിയ. ഇനിയും ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോടതി കാര്യങ്ങളായി പോയി. ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മാക്സിമം വെച്ചിട്ടാണ് ഞാൻ ഇവനും കൂടി ഇന്ന് ഈ കാര്യം സോൾവ് ചെയ്യാനായിട്ട് വന്നത്. ഞാൻ പറഞ്ഞു തന്നെയാണ് വിവിയും വന്നത്. ഇല്ല, കട്ടയ്ക്ക് നിന്ന് നമ്മൾ മാക്സിമം ശ്രമിച്ച്, പക്ഷെ അവസാനം കലം എറിഞ്ഞു അടച്ചു. ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ബാക്കി വരുന്നിടത്ത് വെച്ചൊക്കെ കാണാം അല്ലേ. അതെ, ഓക്കെ ഗൈസ്. അപ്പം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്